വെൽക്കം ബാക്ക് ടു മൈ സോളോ ട്രാവലിംഗ് പാർട്ട് 6. ഞാനിപ്പോൾ എവിടെയാണെന്നല്ലേ, ഞാൻ മറീന ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ പുറത്തിറങ്ങി. ഇപ്പോൾ ഉള്ളത് മറീന വാട്ടർ ഫ്രണ്ടിലാണ്. ഇത് മേർലിൻ്റെയും മറീന ബേ സാൻഡ്സിൻ്റെയും നടുവിൽ ഒരു വലിയ വാട്ടർ ബോഡി ഉണ്ട്. നാച്ചുറലി അവിടെ എല്ലാം ലേക്കാണോ അതോ ആർട്ടിഫിഷ്യലി ഇവർ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടി ഉണ്ടാക്കിയ വാട്ടർ ബോഡി ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല. അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്ത് മനസ്സിലാക്കി തരിക ഗൈസ്. അവിടെ ഇങ്ങനെ ഇടവിട്ട ഇൻ്റർവെൽസിൽ രാത്രി 7:30, 8:30, 9:30 ഇങ്ങനത്തെ ഒരു ലൈറ്റ് വാട്ടർ ഷോ ഉണ്ട്. നല്ല വിഷ്വൽ ട്രീറ്റും ഓഡിയോ എഫക്ട്സും ഒക്കെ ആയിട്ടുള്ള അടിപൊളി ഷോ ആണ് ഗൈസ്. ഞങ്ങളിത് കഴിഞ്ഞ വട്ടം പോയപ്പം എടുത്ത വീഡിയോസാണ്, ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ ആമ്പലാണെന്ന് തോന്നുന്നു അല്ലേ, അത് ലോട്ടസ് ആണോ? എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല ഗൈസ്, ലോട്ടസ് ആണോ തോന്നുന്നു. മറീന വാട്ടർ ഫ്രണ്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ആർട്സ് ആൻഡ് സയൻസ് സെൻറ്റർ. അതിൻ്റെ മുന്നിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇപ്പോൾ ഇട്ടത്. ഇതിൻ്റെ മുന്നിൽ കുറേ വയലറ്റ് ആൻഡ് പിങ്ക് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ പിങ്ക് കളർ കണ്ടപ്പോഴത്തേക്കും ഇത് ലോട്ടസ് ആണോ ആമ്പലാണോ എന്ന് ഐ വാസ് റിയലി കൺഫ്യൂസ്ഡ്. പക്ഷേ ഞാനിത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടപ്പോഴത്തേക്കും കുറേ ഫ്രണ്ട്സ് എനിക്ക് റിപ്ലൈ തന്നു, എന്നെ കറക്റ്റ് ചെയ്തു. ഇത് ബ്ലൂ വാട്ടർ ലില്ലിയാണ്, ശ്രീലങ്കയുടെ നാഷണൽ ഫ്ലവർ ആണെന്നൊക്കെ പറഞ്ഞു. താങ്ക് യു ഫോർ ദാറ്റ് ഇൻഫോ ഗൈസ്. ഞാനിപ്പം ആർട്സ് ആൻഡ് സയൻസ് സെൻറ്ററിൽ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പം ഞാൻ ഫ്യൂച്ചർ വേൾഡ് സയൻസ് എന്ന് പറഞ്ഞ എക്സിബിഷൻ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നാണ് ടിക്കറ്റ് എടുത്ത് $30 ആയി. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. പറയാൻ പോകുന്നത് തികച്ചും എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഇവിടെ കണ്ടത് ഒരു സൺഫ്ലവർ ഫീൽഡാണ്. 4 ഡയമെൻഷൻസിലായിട്ട് സ്പ്രെഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട്. ബട്ടർഫ്ലൈസ് ഒക്കെ ഒരു വോളിൽ നിന്ന് മറ്റേ വോളിലേക്കും അതിൻ്റെ പെറ്റൽസ് ഒക്കെ ഇങ്ങനെ എല്ലായിടത്തേക്കും ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് സോ ഗുഡ്. അതിൻ്റെ ഓഡിയോ വിഷ്വൽ എഫക്ട്സ് എല്ലാം കൂടെ ആയിട്ട് അടിപൊളിയായിരുന്നു അവിടെ കണ്ടുകൊണ്ടിരിക്കും. കുറേ ആൾക്കാർ നിലത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ അതും ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടത് ഇവിടെ ഒരു സ്ലൈഡാണ് കേട്ടോ. അതെ, ഈ സ്ലൈഡ് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഞാൻ സ്ലൈഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചെരുപ്പൊക്കെ അഴിച്ച് വെച്ചിട്ട് വേണം ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് വാസ് സോ ഗുഡ്. നമ്മൾ സ്ലൈഡ് ചെയ്യുമ്പം ആ മൂവിങ് ഒബ്ജക്ട്സ് ഒക്കെ നമ്മുടെ അടുത്ത് നിന്ന് ഫെർദർ അപ്പാർട്ടായിട്ട് പോകുമ്പോഴും ആ ഒരു വീണ്ടും ഒരു ഓഡിയോ വിഷ്വൽ എഫക്റ്റ് തന്നെ നമുക്ക് നല്ലൊരു ടിംഗ്ലിങ് എഫക്റ്റ് ഒക്കെ തരും. എനിക്കിത് ഹെയറൊക്കെ നമ്മുടെ അവതാറിലെ പണ്ടോരയിൽ പോയിപ്പം അവിടെ ഫോറസ്റ്റിൽ നടക്കുമ്പോൾ ഒരു ഫ്ലൂറസൻസ് ലൈറ്റ് ഒക്കെ വരില്ല അതിൻ്റെ ഗ്രൗണ്ടിൽ നടക്കുമ്പം, അതിൻ്റെ ഏതാണ്ടൊക്കെ ഒരുപോലെ ഒന്നല്ല, എന്നാലും അതിൻ്റെ ഒരു വേറെ വേർഷൻ പോലെ ചെറുതായിട്ടൊന്ന് തോന്നിട്ടോ. പിന്നെ എന്നെ അമ്യൂസ് ചെയ്തൊരു കാര്യമാണ് ഈ വീല്. ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച പ്രോഗ്രാമാണ് കേട്ടോ. ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു ഒബ്ജക്ട്സ് ഉണ്ട്. കുഞ്ഞു കുട്ടികൾ, ഏണികൾ, ബേർഡ്സ്, റെയിൻ, ക്ലൗഡ്, സൺ, ആനിമൽസ് ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് അവർ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് ഹൗ ദേ ആർ സപ്പോസ് ടു മൂവ് അല്ലെങ്കിൽ ഹൗ ദേ ആർ സപ്പോസ് ടു ആക്ട് എന്ന് പറഞ്ഞിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അതായത് കുട്ടികൾ അവർ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കും. പക്ഷെ ഇവിടെ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവർ നടക്കുന്നതിൻ്റെ ഇടയിൽ കൈ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ അവരൊരു ഫിസിക്കൽ ഒബ്സ്റ്റിക്കിൾ അവിടെ ഉണ്ടെന്ന് സെൻസ് ചെയ്തിട്ട് അത് ചാടി കടക്കാൻ ശ്രമിക്കും. അതായത് അവരുടെ പാറ്റേൺ നടക്കുക എന്നുള്ളതാണ് ആ സൈഡിൽ കൂടെ. നമ്മൾ ഒരു ഫിസിക്കൽ ഒബ്സ്റ്റിക്കിൾ കൈ വയ്ക്കുകയോ എന്തെങ്കിലും അവരെ ചെയ്യുമ്പം അവരത് ഒരു ഏണി കൊണ്ടൊന്ന് ചാടിക്കടക്കുകയോ അത് തന്നെ വെറുതെ ചാടിക്കടക്കാനൊക്കെ ട്രൈ ചെയ്യും. അപ്പോൾ ഇതെന്നെ കുറച്ച് എക്സൈറ്റ് ചെയ്തു. കാരണം എനിക്കറിയില്ല ഇതിൻ്റെ ടെക്നിക്കാലിറ്റി എന്താണ്, എങ്ങനെയായിരിക്കും ഇവർ ഡിജിറ്റൽ സംഭവത്തിന് ഒരു ഫിസിക്കൽ ഒബ്സ്റ്റക്കിളുമായിട്ട് വരുമ്പം പ്രീ സെറ്റ് ചെയ്ത് വെക്കുന്നതാണോ പ്രോഗ്രാമിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ദിസ് വാസ് ഫൺ. ഞാനിവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. അതേപോലെ തന്നെ ഈ മഴ വരുമ്പോൾ നമ്മൾ ഈ സാധനം വെക്കുമ്പോൾ ആ മഴ 2 ഭാഗത്തേക്കായിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നത് കണ്ടില്ലേ. നമ്മൾ ഈ വീലിൽ അതേപോലെ ഫിസിക്കലായിട്ട് എന്ത് ചെയ്യുകയാണെങ്കിലും അതിനനുസരിച്ച് ആ ഒബ്ജക്ട്സ് മാറും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതേപോലെ ഇവിടെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. പണ്ട് മൊബൈൽ ഫോണിൽ ഇങ്ങനത്തെ ഒരു ആപ്പ് വന്നപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇങ്ങനെ കൈകൊണ്ട് എഴുതി കളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെയും കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു, ചിത്രങ്ങൾ വരച്ചു, കുറേ നേരം ഇവിടെ. ഇറ്റ് വാസ് ഫൺ ഗൈസ്. ഞാൻ ഇവിടെ കുറേ നേരം നിന്നിട്ട് മാത്രമാണ് അങ്ങോട്ടേക്ക് തിരിച്ച് പോയത്. ഇറ്റ് വാസ് വെരി നൈസ്.
കാണിക്കാനുള്ളത് ഈ ക്യൂട്ടായിട്ടുള്ള ഈ മൂവിങ് ഒബ്ജക്ട്സ് ആണ്. ഫിഷസ്, ടോട്ടസ്, സീ ഹോസസ്, സീ അനിമോൺസ്, ജെല്ലി ഫിഷ്, സ്റ്റാർ ഫിഷ് എന്നിങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. കുഞ്ഞു കുഞ്ഞു മക്കളെ ഇവിടെ വന്നിട്ട് കഷ്ടപ്പെട്ടിരുന്നു വരച്ച് വെറൈറ്റി ആയിട്ടുള്ള കളറൊക്കെ കൊടുത്ത് ഇവിടെ ഏൽപ്പിക്കും ഗൈസ്. അവരെന്നിട്ട് അത് അപ്ലോഡ് ചെയ്യും. അവരവർ വരച്ച സാധനങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്ത് കളിക്കുന്ന അവരിങ്ങനെ നോക്കിയിരിക്കുകയും ചെയ്യും. എന്ത് രസമല്ലേ. അതുപോലെ തന്നെ നല്ലൊരു ഭംഗിയുള്ള വേറൊരു വോളാണിത്. ഇതിൽ ഫുൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്ന ബോൾസാണ്. ഇങ്ങനെ ഭയങ്കരമായിട്ട് അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കൈയാക്കുമ്പം അവർ സെപ്പറേറ്റ് ആവും. അവരിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നടുവിലായ ഹോളോ മാത്രമായിട്ടാവും. ആ ഒരു പാറ്റേണിനെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റും ഗൈസ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഈ വോളിൻ്റെ പ്രത്യേകത. നല്ല ഫണ്ടായിരുന്നു. ഞാൻ ഇതിലെയും കുറേ കളിച്ചു. കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കി അവരെ ആരും ഒരുമിച്ച് നിൽക്കാൻ വിട്ടില്ല ഗൈസ്. നല്ല രസമായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടെ വേറൊരു വോളുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് സ്വിങ്സും കാണുന്നില്ലേ. ഈ സ്വിങ്സിനെ പറ്റിയിട്ട് ഞാൻ അടുത്ത വട്ടം പറഞ്ഞുതരാം കേട്ടോ. എനിക്കിവിടെ വേറൊരു ഫ്രണ്ട് കൂടെ ആയിട്ടുണ്ട്. ഇവ കഷ്ടപ്പെട്ടിരുന്ന എയർപ്ലെയിൻ വരയ്ക്കും. ഞാൻ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞാൽ എനിക്ക് ഫ്ലൈയിങ് കിസൊക്കെ തന്നു. എന്തായാലും നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. കുറേ ലാസ് വേഗാസ് എന്ന് പറഞ്ഞിട്ടുള്ള എയർപ്ലെയിൻ ഒക്കെ അതാ. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.